ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ബൈബിൾ വായനയുടെ 3-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഘട്ടത്തിലെ ഈജിപ്തും പുറപ്പാടുമാണ് വായിക്കുക. അതായത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. പുറപ്പാടിൻ്റെ പുസ്തകമാണ് ഇവിടുത്തെ പ്രധാന വായനാ വിഷയം. ഇന്ന ദിവസം 27-ാമത്തെ ദിവസം തുടങ്ങി 51-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഘട്ടമാണ് കൈകാര്യം ചെയ്യുക. ഇന്ന ദിവസം 27-ാം ദിവസം ഈജിപ്തിലെ അടിമത്തത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം, സങ്കീർത്തനങ്ങളുടെ 44 എന്നിവ ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നു. യാക്കോബും മക്കളും ഈജിപ്തിൽ എത്തിച്ചേർന്ന ശേഷമുള്ള ഇസ്രായേൽ ജനതയുടെ 4 നൂറ്റാണ്ടുകളിലുണ്ടായ വർധനയും അവർ അനുഭവിച്ച അടിമത്തത്തിൻ്റെ കഷ്ടതകളും മോശയുടെ ജനനവും ജീവിതാരംഭവും പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. അടിമത്തം മൂലമുള്ള ഇസ്രായേല്യരുടെ മുറവിളി ദൈവം ശ്രവിക്കുന്നു. പീഡനങ്ങൾക്കിടയിലും കൂടുതൽ മക്കളെ കൊടുത്ത് ദൈവം ഇസ്രായേല്യരെ അനുഗ്രഹിക്കുന്നു. ഇക്കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ഈജിപ്തിലെ അടിമത്തം. ഇസ്രായേല്യരെ ഓരോരുത്തനും അവനവൻ്റെ കുടുംബവും യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു. അവരുടെ പേരുകൾ ഇവയാണ്: റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൻ, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ. യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത ആളുകൾ ആകെ 70 പേരായിരുന്നു. ജോസഫാകട്ടെ ഈജിപ്തിലായിരുന്നു. ജോസഫും അവൻ്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു. ഇസ്രായേല്യർ പെറ്റുപെരുകി. അവർ വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിച്ചു. ദേശം അവരെക്കൊണ്ട് നിറഞ്ഞു. ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഉയർന്നു വന്നു. അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു, ഇതാ, ഇസ്രായേല്യ ജനം നമ്മേക്കാൾ വലുതും പ്രബലവുമാണ്. വരൂ, അവൻ പെരുകാതിരിക്കാൻ നമുക്ക് അവനോട് കൗശലം പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നാൽ അവൻ നമ്മെ വെറുക്കുന്നവരോട് ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും രാജ്യത്തു നിന്ന് വിട്ടുപോവുകയും ചെയ്തേക്കാം. തങ്ങളുടെ കഠിന ജോലികൾ കൊണ്ട് അവനെ ഞെരുക്കുവാൻ നിർബന്ധിത വേലകൾക്കുള്ള കങ്കാണിമാരെ അവർ അവൻ്റെ മേൽ നിയമിച്ചു. അങ്ങനെ അവൻ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ അവർ അവനെ എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രയ്ക്ക് അവൻ പെരുകുകയും അതനുസരിച്ച് അവൻ വ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേല്യർ നിമിത്തം അവർ പരിഭ്രാന്തരായി. ഈജിപ്തുകാർ ഇസ്രായേല്യരെ ദണ്ഡനം കൊണ്ട് അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള കഠിന ജോലി കൊണ്ടും വയലിലെ ജോലിയെല്ലാം കൊണ്ടും അവരുടെ ജീവിതങ്ങൾ അവർ കൈപ്പുള്ളതാക്കി. അക്കൂട്ടരുടെ ഇടയിൽ അവർ ചെയ്ത ഓരോ അടിമവേലയും കാഠിന്യമുള്ളതായിരുന്നു. ഈജിപ്ത് രാജാവ് ഹെബ്രായ സൂതികർമ്മിണികളോട് സംസാരിച്ചു. അവരിൽ ഒരുവളുടെ പേര് ഷിഫ്ര, രണ്ടാമത്തെ പേര് പൂവ എന്നിങ്ങനെയായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകളുടെ പ്രസവമെടുക്കുമ്പോൾ ലിംഗവ്യത്യാസം ശ്രദ്ധിക്കണം. പുത്രനാണെങ്കിൽ അവന് വധിക്കണം, പുത്രിയാണെങ്കിൽ അവൾ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ ഈജിപ്ത് രാജാവ് സൂതികർമ്മിണികളെ വിളിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇക്കാര്യം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട്?
സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു, ഈജിപ്തുകാരികളെ പോലെയല്ല ഹെബ്രായ സ്ത്രീകൾ. അവർ ഓജസ്സുറ്റവരാകിയാൽ സൂതികർമ്മിണി അവരുടെ പക്കൽ എത്തും മുമ്പേ പ്രസവിച്ചിരിക്കും. ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ വരുത്തി, ജനം പെരുകി, അവർ ഏറെ ശക്തരായി. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്കായി കുടുംബങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഫറവോ തൻ്റെ സകല ജനത്തോടും ഇപ്രകാരം കൽപ്പിച്ചു, ജനിക്കുന്ന ഓരോ പുത്രനെയും നദിയിലേക്ക് എറിയുവിൻ, ഓരോ പുത്രിയും ജീവിച്ചു കൊള്ളട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം. മോശയുടെ ജനനം. ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് ലേവിയുടെ ഒരു പുത്രിയെ സ്വീകരിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ കോമളനാണെന്ന് കണ്ട് അവനെ അവൾ 3 മാസം ഒളിപ്പിച്ചു. അവനെ ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കാതായപ്പോൾ അവൾ അവനായി ഒരു പപ്പീറസ് പെട്ടകമെടുത്ത് കളിമണ്ണും താറും പൂശി അതിൽ ശിശുവിനെ കിടത്തി നൈൽ തീരത്ത് ഞങ്ങണക്കിടയിൽ വെച്ചു. അവനോട് എന്തു ചെയ്യുമെന്ന് അറിയാനായി അവൻ്റെ സഹോദരി അകലെയായി നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി കുളിക്കാനായി നദിയിലിറങ്ങി. അവളുടെ ഭൃത്യകൾ നദീതീരത്ത് നടക്കുകയായിരുന്നു. അവൾ ഞങ്ങണയ്ക്കിടയിൽ ആ പെട്ടകം കണ്ടു. തൻ്റെ ഒരു ദാസിയെ അയച്ച് അവൾ അതെടുത്തു. അവളത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു. അതാ കുട്ടി കരയുകയായിരുന്നു. അവൻ്റെ മേൽ അനുകമ്പ തോന്നി അവൾ പറഞ്ഞു, ഇവൻ ഹെബ്രായ ശിശുക്കളിൽപ്പെട്ടവനാണ്. അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, ഞാൻ പോയി നിനക്ക് വേണ്ടി ഹെബ്രായ സ്ത്രീകളിൽ നിന്ന് മുലയൂട്ടുന്ന ഒരുവളെ വിളിക്കട്ടെയോ? അവൾ നിനക്ക് വേണ്ടി ശിശുവിനെ മുലയൂട്ടും, പോവുക, ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു. ആ പെൺകുട്ടി പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടുക, ഞാൻ നിൻ്റെ ശമ്പളം തന്നുകൊള്ളാം. ആ സ്ത്രീ ശിശുവിനെ സ്വീകരിച്ച് അവനെ മുലയൂട്ടി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ പക്കൽ കൊണ്ടുവന്നു. അവൻ അവൾക്ക് പുത്രനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. മോശയുടെ പലായനം. മോശ വളർച്ചയെത്തിയ ആ ദിനങ്ങളിൽ തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ കഠിന ജോലികൾക്ക് ദൃക്സാക്ഷിയാകാനും ഇടയായി. സ്വന്തം സഹോദരരിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതും അവൻ കണ്ടു. അവൻ അപ്പുറമിപ്പുറം തിരിഞ്ഞ് ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. 2-ാം ദിവസം അവൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഹെബ്രായരായ 2 ആളുകൾ ചണ്ട കൂടുന്നു. അക്രമിയോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ അയൽക്കാരനെ പ്രഹരിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേൽ അധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മോശ ഭയപ്പെട്ടു. അവൻ ആത്മഗതം ചെയ്തു, അക്കാര്യം പരസ്യമായിരിക്കുന്നു. തീർച്ച. ഫറവോ ഇക്കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷെ മോശ ഫറവോയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി മിദിയാൻ ദേശത്ത് വസിച്ചു. അവൻ കിണറ്റിൻകരയിലിരുന്നു. മിദിയാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. തങ്ങളുടെ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കാനായി അവർ വന്ന് തൊട്ടികളിൽ വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് അവരെ ആട്ടിപ്പായിച്ചു. എന്നാൽ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിക്കുകയും അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാവായ റവുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ വരാൻ ഇടയായതെങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളുടെ ഇടയന്മാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുക പോലും ചെയ്ത് അയാൾ ആടുകളെ കുടിപ്പിച്ചു. അവൻ തൻ്റെ പുത്രിമാരോട് ചോദിച്ചു, എന്നിട്ട് അയാൾ എവിടെ? ഇതെന്താ നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചു പോന്നത്? ഭക്ഷണം കഴിക്കാനായി അയാളെ ക്ഷണിക്കുവിൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ സമ്മതിച്ചു. അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് നൽകി. അവളൊരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അന്യനാട്ടിൽ പ്രവാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് മോശാവിന് ഗർഷോം എന്ന് പേരിട്ടു. ആ നീണ്ട നാളുകൾക്കിടയിൽ ഈജിപ്ത് രാജാവ് മരിച്ചു. അടിമത്തം മൂലം ഇസ്രായേല്യർ നെടുവീർപ്പെട്ടു. അവർ നിലവിളിച്ചു. അടിമത്തം മൂലമുള്ള അവരുടെ മുറവിളി ദൈവത്തിങ്കലേക്ക് ഉയർന്നു. ദൈവം അവരുടെ ദീനരോധനം ശ്രവിച്ചു. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടി ദൈവം ഓർത്തു. ദൈവം ഇസ്രായേല്യരെ കടാക്ഷിച്ചു, അവരുടെ ദൈന്യം അറിയുകയും ചെയ്തു. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം. കർത്താവ് മോശയെ വിളിച്ചു. അവിടുന്ന് സമാഗമ കൂടാരത്തിൽ നിന്ന് അവനോട് ഇപ്രകാരം വചിച്ചു,
ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ച് നീ അവരോട് പറയുക, നിങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ കർത്താവിന് കാഴ്ചവസ്തു അർപ്പിക്കുമ്പോൾ മൃഗഗണത്തിൽ നിന്ന്, അതായത് കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ നിങ്ങളുടെ കാഴ്ചവസ്തു അർപ്പിക്കണം. അവൻ്റെ കാഴ്ചവസ്തു ഹോമയാഗമാണെങ്കിൽ കാലിക്കൂട്ടത്തിൽ നിന്ന് തികവുറ്റ ഒരാണിനെ ആയിരിക്കണം അവൻ അർപ്പിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതികരമാകുന്നതിന് അതിനെ സമാഗമ കൂടാരവാതിൽക്കൽ സമർപ്പിക്കട്ടെ. ഹോമയാഗമ മൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈവയ്ക്കണം. അവനെ പ്രതി പരിഹാരത്തിനായി അത് അവിടത്തേക്ക് സ്വീകാര്യമായിരിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കിടാവിനെ അറക്കണം. അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ രക്തം സമർപ്പിക്കണം. അവർ സമാഗമ കൂടാരവാതിൽക്കലുള്ള ബലിപീഠത്തിന്മേൽ ചുറ്റും രക്തം തളിക്കണം. ഹോമയാഗമൃഗത്തെ തോലുരിഞ്ഞ് അതിനെ കഷ്ണങ്ങളായി മുറിക്കണം. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രന്മാർ ബലിപീഠത്തിന്മേൽ തീ കൂട്ടണം. അഗ്നിക്ക് മീതെ വിറകെടുക്കണം. അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേലുള്ള അഗ്നിയുടെ മുകളിലെ വിറകുകളിന്മേൽ മാംസകഷ്ണങ്ങളും തലയും കൊഴുപ്പും സജ്ജീകരിക്കണം. അതിൻ്റെ അന്തർഭാഗവും കാൽവണ്ണകളും വെള്ളം കൊണ്ട് അവൻ കഴുകണം. അനന്തരം പുരോഹിതൻ സകലതും ഹോമയാഗമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള പരിമള സുഗന്ധാർപ്പണമാണിത്. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് അവൻ്റെ കാഴ്ചവസ്തുവെങ്കിൽ ഹോമയാഗത്തിനുള്ളത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആയിരിക്കണം. അവൻ സമർപ്പിക്കുന്നത് തികവുറ്റ മുട്ടാടായിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിൻ്റെ വടക്കുവശത്ത് അവൻ അതിനെ അറക്കണം. അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിനെയും അതിൻ്റെ തലയും അതിൻ്റെ കൊഴുപ്പും അവൻ കഷ്ണങ്ങളായി മുറിക്കണം. ബലിപീഠത്തിന്മേൽ അഗ്നിക്ക് മീതെ വിറകിന്മേൽ പുരോഹിതൻ അവ സജ്ജീകരിക്കണം. അന്തർഭാഗവും കാൽവണ്ണകളും അവൻ വെള്ളം കൊണ്ട് കഴുകണം. അനന്തരം പുരോഹിതൻ സകലതും സമർപ്പിച്ച് ബലിപീഠത്തിൽ ധൂമിക്കണം. അത് ഹോമയാഗമാണ്. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. കർത്താവിനുള്ള അവൻ്റെ കാഴ്ചവസ്തു പക്ഷിവർഗത്തിൽ നിന്നുള്ള ഹോമയാഗമാണെങ്കിൽ അവൻ തൻ്റെ കാഴ്ചവസ്തു ചങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ കൊണ്ടുവരണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിങ്കൽ കൊണ്ടുവരണം. അതിൻ്റെ തല പിരിച്ചെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം. അതിൻ്റെ രക്തം ബലിപീഠ ഭിത്തിമേൽ ഊറ്റിയൊഴിക്കണം. അവൻ അതിൻ്റെ കണ്ടസഞ്ചി തൂവലുകളോടൊപ്പം പറിച്ച് അത് ബലിപീഠത്തിന് സമീപം കിഴക്കോട്ട് നെയ്ച്ചാര സ്ഥലത്തേക്ക് ഇടണം. അതിൻ്റെ ചിറകുകളോടൊപ്പം അവൻ അതിനെ കീറണം, എന്നാൽ വേർപെടുത്തരുത്. പുരോഹിതൻ അതിനെ അഗ്നിക്ക് മേലുള്ള വിറകുകളിന്മേൽ ബലിപീഠത്തിൽ ധൂമിക്കണം. അത് ഹോമയാഗമാണ്. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. സങ്കീർത്തനം 44. പരാജിത ജനതയുടെ വിലാപം. ഗായക നേതാവിന് ഖോറഹ്യരുടേത് പ്രബോധന ഗീതം. ദൈവമേ, സ്വന്തം ചെവികൾ കൊണ്ട് തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദിനങ്ങളിൽ പൂർവ്വകാലത്ത് അങ്ങ് ചെയ്ത കൃത്യം അവർ ഞങ്ങളോട് വിവരിച്ചിട്ടുണ്ട്. ജനതകളെ അങ്ങ് പുറത്താക്കി, പിതാക്കന്മാരെയാകട്ടെ അങ്ങയുടെ കൈ നട്ടുപിടിപ്പിച്ചു. ജനപദങ്ങളെ അങ്ങ് തരിപ്പണമാക്കി അവരെ പറഞ്ഞയച്ചു. എന്തെന്നാൽ അവർ നാട് പിടിച്ചടക്കിയത് തങ്ങളുടെ വാളുകൊണ്ടല്ല, അവർക്ക് രക്ഷ നൽകിയത് അവരുടെ കരവുമല്ല. പ്രത്യുത അങ്ങയുടെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവുമത്രേ. എന്തെന്നാൽ അങ്ങ് അവരിൽ സംപ്രീതനായിരുന്നു. ദൈവമേ, അങ്ങാണ് എൻ്റെ രാജാവ്. യാക്കോബിന് വിജയങ്ങൾ കൽപ്പിക്കണമേ. ഞങ്ങളുടെ വൈരികളെ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ തള്ളിവീഴ്ത്തും. ഞങ്ങളുടെ പ്രതിയോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചവിട്ടിമെതിക്കും. എന്തെന്നാൽ എൻ്റെ വില്ലിലല്ല ഞാൻ ആശ്രയിച്ചത്, എൻ്റെ വാൾ എന്നെ രക്ഷിച്ചില്ല. പ്രത്യുത അങ്ങാണ് ഞങ്ങളെ വൈരികളിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങൾ വെറുക്കുന്നവരെ ലജ്ജിപ്പിച്ചത്. ദിവസം മുഴുവൻ ദൈവത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അങ്ങയുടെ നാമം ഞങ്ങൾ നിത്യം ഏറ്റുപറയുന്നു. എന്നിട്ടും അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞ് അപമാനിച്ചു. ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെട്ടതുമില്ല. ഞങ്ങളെ വൈരിയിൽ നിന്ന് അങ്ങ് പിന്തിരിച്ചോടിച്ചു. ഞങ്ങളെ വെറുക്കുന്നവൻ ഇഷ്ടാനുസൃതം കൊള്ളയടിച്ചു. അങ്ങ് ഞങ്ങളെ ഭക്ഷണത്തിനുള്ള ആട്ടിൻപറ്റം പോലെയാക്കിയിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു. അങ്ങ് സ്വന്തം ജനത്തെ ആദായമില്ലാതെ വിറ്റു. അങ്ങ് അവരുടെ വിൽപ്പന വിലയാൽ നേട്ടമുണ്ടാക്കിയില്ല.
അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് പരിഹാസപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും അവഹേളന പാത്രവുമാക്കി. അങ്ങ് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയും ജനപദങ്ങൾക്കിടയിൽ അവഹേളന വിഷയവുമാക്കി. ദിവസേന എൻ്റെ അപമാനം എൻ്റെ മുമ്പിലുണ്ട്. ലജ്ജ എൻ്റെ മുഖം മൂടിയിരിക്കുന്നു. പരിഹാസകൻ്റെയും അധിക്ഷേപകൻ്റെയും സ്വരനിമിത്തവും ശത്രുവിൻ്റെ പ്രതികാരച്ചുവിൻ്റെയും സാന്നിധ്യവും മൂലം തന്നെ. ഇതെല്ലാം ഞങ്ങൾക്ക് വന്നു ഭവിച്ചത് ഞങ്ങൾ അങ്ങയെ മറന്നിട്ടല്ല, അങ്ങയുടെ ഉടമ്പടിയെ വഞ്ചിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ഹൃദയം പിന്മാറുകയോ ഞങ്ങളുടെ ചുവടുകൾ അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തില്ല. എന്നിട്ടും അങ്ങ് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ വെച്ച് തകർക്കുകയും ഞങ്ങളെ മരണനിഴൽ കൊണ്ട് മൂടുകയും ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമം മറക്കുകയോ അന്യദേവനിലേക്ക് ഞങ്ങളുടെ കൈപ്പത്തികൾ വിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ദൈവം അത് കണ്ടുപിടിക്കാതിരിക്കുന്നു. ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനാണല്ലോ അവിടുന്ന്. എന്തെന്നാൽ ഞങ്ങൾ അങ്ങേപ്രതി ദിവസേന വധിക്കപ്പെടുന്നു. ഇറച്ചിക്കുള്ള ആട്ടിൻപറ്റമായി ഞങ്ങൾ കരുതപ്പെടുന്നു. നാഥ, ഉണരണമേ, അങ്ങ് ഉറങ്ങുന്നതെന്ത്? ഉണർന്നെഴുന്നേൽക്കണമേ, ഞങ്ങളെ നിത്യമായി തള്ളിക്കളയരുതേ. അങ്ങ് മുഖം മറയ്ക്കുന്നതും ഞങ്ങളുടെ പീഡയും കഷ്ടതയും മറക്കുന്നതും എന്തുകൊണ്ട്? ഞങ്ങളുടെ ആത്മാവ് പൂഴിയിലേക്ക് താണിയിരിക്കുന്നു, ഞങ്ങളുടെ ഉടൽ നിലം പറ്റിയിരിക്കുന്നു. ഞങ്ങൾക്ക് സഹായമായി ഉണരണമേ. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ വിമോചിപ്പിക്കണമേ.